ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ വിറങ്ങലിച്ച് ലോകം. അന്തരിച്ച അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് പുതിയ രേഖകളാണ് ഏതാനും ദിവസം മുമ്പ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. 30 ലക്ഷം പേജുകൾ, 1.8 ലക്ഷം ചിത്രങ്ങൾ, 2000 വീഡിയോകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ രാഷ്ട്ര നേതാക്കളുടെ എണ്ണം വളരെ വലുതാണ്. നോം ചോംസ്കി ഉൾപ്പെടെ ചിന്തകന്മാർ, ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ലോക കോടീശ്വരന്മാർ തുടങ്ങിയവർക്ക് എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവന്ന രേഖകളിൽ നിരവധി ഇന്ത്യക്കാരുടെ പേരുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വ്യവസായി അനിൽ അംബാനി, സംവിധായക മീര നായർ, ആത്മീയ ഗുരു ദീപക് ചോപ്ര തുടങ്ങിയവർ എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ള പ്രമുഖരാണ്. പുറത്തുവന്ന രേഖകളിൽ പേരുണ്ടെങ്കിലും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് എന്നതിനർത്ഥമില്ല. പല പേരുകളും ചില ഇമെയിലുകളിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്സ്റ്റീൻ രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചെന്നാണ് ഇമെയിലിൽ എപ്സ്റ്റീൻ പരാമർശിച്ചത്. തന്റെ നിർദ്ദേശപ്രകാരം മോദി ഇസ്രയേലിൽ പോയെന്നും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നും പരാമർശമുണ്ട്. എന്നാൽ എന്ത് പ്രയോജനമെന്ന് ഇമെയിലിൽ വ്യക്തമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടുവെന്നും ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ജൽപ്പനങ്ങളാണെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പ്രതികരിച്ചത്. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ നടന്ന ഇമെയിൽ ചാറ്റുകളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും നിക്ഷേപങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. 2014 ജൂൺ മുതൽ 2017 ജൂൺ വരെയുള്ള ഏതാണ്ട് 3 വർഷത്തെ വിവരങ്ങളാണ് ഇതിലുള്ളത്. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വസതിയിൽ വെച്ച് കുറഞ്ഞത് 3 കൂടിക്കാഴ്ചകളെങ്കിലും പുരിയുമായി നടന്നതായാണ് വെളിപ്പെടുത്തൽ. ഇതിനു പുറമെ സിലിക്കൺ വാലിയിലെ നിക്ഷേപകരുമായി ബന്ധിപ്പിക്കാൻ എപ്സ്റ്റീൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായും വെളിപ്പെടുത്തുന്നു. ആ സമയത്ത് ഔദ്യോഗിക പദവികളൊന്നും വഹിച്ചിരുന്നില്ലെങ്കിലും പുരി BJP അംഗമായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തിങ്ക് ടാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വ്യവസായി അനിൽ അംബാനിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ അംബാനി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു. ട്രംപിന്റെ അടുത്ത വൃത്തങ്ങളിലെ പ്രമുഖരുമായി ചങ്ങാത്തമുണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് നേതൃത്വം അന്വേഷിച്ചതായി അനിൽ അംബാനി 2017 മാർച്ച് 16 എപ്സ്റ്റീൻ അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. മാർച്ച് 29 അനിൽ അംബാനിക്കുള്ള സന്ദേശത്തിൽ എപ്സ്റ്റീൻ ഇസ്രായേൽ വിഷയം പരാമർശിക്കുന്നുണ്ട്. മോദി ജൂലൈയിൽ ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് അനിൽ അംബാനി മറുപടി നൽകുന്നു. പിന്നാലെ ജൂൺ 26 മോദി US സന്ദർശിക്കുന്നു. ജൂലൈ 6 ഇസ്രായേലും സന്ദർശിക്കുന്നു. എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമായുള്ള സംസാരമല്ല ഇതെന്നും എന്നതു മാത്രമാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം. പക്ഷേ ഇത്തരം കൊടിയ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുമായി നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തിന് സൗഹൃദം പുലർത്തുന്നു എന്നത് ഗൗരവമായ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്.